ഞാൻ പറയാൻ എന്താ അറിയോ, ഒരു വണ്ടി വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് അതേ രൂപത്തിൽ മനസ്സിലുള്ള അതേ രൂപത്തിൽ വണ്ടി അങ്ങനെ ഉണ്ടാക്കി, അത് ജനങ്ങളെ ഏറ്റെടുത്തു. ഫസ്റ്റത്തെ വണ്ടി അല്ലേ? അപ്പോൾ ഹംദാനെ ഇപ്പോൾ ഓൾറെഡി ഈ വണ്ടി കോട്ടാനൊക്കെ പഠിച്ചില്ലേ? നീ ഈ വണ്ടി എവിടെ കൊണ്ടുവരാൻ താല്പര്യം? റോട്ടിൽ ഇറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പം ഇവിടെ ഒരു മല ഉണ്ട്, അത് കേറ്റാനാണ് ആഗ്രഹം. ഓഫ് റോഡ് കേറ്റോ? കേറ്റാ ആഗ്രഹം ഉണ്ടല്ലേ? സൂപ്പർ ഡ്രൈവിംഗ്. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തെച്ചാമ്പറം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വണ്ടി എങ്ങനെ ഉണ്ട് നോക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഈ വണ്ടി കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ കുറച്ച് മുമ്പ് 2 വർഷം മുമ്പ് ഈ വണ്ടി ഒരുപാട് വൈറലായൊരു വണ്ടിയാണ് കേട്ടോ. അതായത് എൻ്റെ നാട്ടിലുള്ള സക്കീർ എന്ന് പറയുന്ന ഒരു കലാകാരൻ നിർമ്മിച്ചൊരു വണ്ടിയാണത്. അതായത് ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 10 ഗിയറുള്ള ഒരു വണ്ടിയാണത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന വണ്ടികൾ. പക്ഷേ അതിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഹെൽത്ത് വരില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇരിക്കാം, എത്ര പേർക്ക് ഇരിക്കാം, ഇവിടെ കയറി ഇരിക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും ഈ വണ്ടി നമുക്ക് മാറ്റിയെടുക്കാം. ഒരു പ്രധാന നോക്കുക, സാധാരണ ഒരു മഹീന്ദ്ര ജീപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ നിർമ്മിച്ചൊരു വണ്ടിയാണ് അത്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്, ഇത് ഒരു ഓഫ് റോഡ് വണ്ടിയും കൂടിയാണ്. അതായത് എല്ലാ സിസ്റ്റം, അതായത് ഹൈ ഗിയർ, 4x4 ഒക്കെ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണത്. എന്നാൽ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ആളോട് തന്നെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ സക്കീർ ഭായ് കേട്ടോ. ആള് ഈ ഒരു വണ്ടി മാത്രമല്ല, ഒരുപാട് വണ്ടികളുണ്ടാക്കി പരിചയമുള്ള ഒരാളും കൂടിയാണ്. ബൈക്ക്, കാറ് എല്ലാം ഉണ്ടാക്കും. അപ്പോൾ സക്കീർ ഭായ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താ പരിപാടി, എന്താ ടെൻഷൻ അടിച്ചിരിക്കണേ? അല്ല ജംസി, ഞാൻ ചോദിക്കട്ടെ, ഇത് യാത്ര ചെയ്തിട്ട് എങ്ങനെയുണ്ട്? യാത്ര ചെയ്തിട്ട് എനിക്കൊരു സാധാ വണ്ടി യാത്ര ചെയ്യുന്ന അതേ ഫീലാണ്. സ്റ്റാറിങ് വളരെ സ്മൂത്ത്, സ്മൂത്ത്. 10 ഗിയർ ഉണ്ട്. ഇവിടെ ഒന്നും ഒരു കാര്യമില്ല. എന്താണ് റോട്ടിക്ക് ഓട്ടാനുള്ള ഒരു അലോട്ട് കിട്ടിയില്ല, ഇതുവരെ ഒരു അനുമതി കിട്ടിയില്ല അല്ലേ? ഇത്രയും നല്ല രീതിയിൽ പിന്നെ ഒരു പഞ്ചായത്ത് വിട്ടു പോയത് ഒരു അനുമതി തന്നെ കിട്ടിയാൽ ഒരു എത്ര കിലോമീറ്റർ ആകെ 5-8 കിലോമീറ്റർ പഞ്ചായത്ത് അതിന്റെ ഉള്ളിലൊന്ന് കിട്ടി കഴിഞ്ഞാൽ തന്നെ കിട്ടലായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മുടെ 3ാമത്തെ വണ്ടിയാണ്. ആദ്യം ഒരു വണ്ടി ഉണ്ടാക്കി ഭയങ്കര വൈറലായി അല്ലേ? ഒരുപാട് ബ്ലോഗർമാരൊക്കെ വന്ന് വീഡിയോ എടുത്ത് വൈറലായി. അതിനുശേഷം വേറെ വണ്ടി ഉണ്ടാക്കി, അതും നമ്മൾ വീഡിയോ എടുത്ത് 3ാമത്തെ വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? കാരണം വണ്ടിയോടുള്ളൊരു ക്രൈസ് വേറെ, പിന്നെ ഇതിപ്പോ ഒരു തൊഴിലാക്കി ഇതിപ്പോ തൊഴിലാക്കിയ പിന്നെ കാര്യമായിട്ട് ഇത് ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെ തുടങ്ങണ സ്റ്റാർട്ടിങ് ആണ്. എത്ര ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിന്റെ? നിലവിൽ ഇതിന്റെ എത്ര ശതമാനം വർക്ക് കഴിഞ്ഞു? വർക്ക് ഇതിന്റെ 95% കഴിഞ്ഞു. ഇപ്പൊ മേലെ റൂഫ് വെക്കാനുള്ളൂ. റൂഫ് വെക്കാന് പിന്നെ ചില്ലറ ടച്ചിങ് ഉണ്ട്, ഓരോ പരിപാടികളുണ്ട്. ഓക്കെ, ഉണ്ടാക്കണ അത്രയും പക്കല ഉണ്ടാക്കുക. സ്റ്റീലാണ്, ചേസൊക്കെ സ്റ്റീലാണ്. ഇതൊക്കെ നല്ല GI ഒരു 5 ആൾക്ക് ഒരു പമ്പറുണ്ട്, ഒരു എൻഡ് വരെ കോടൂല. അതൊന്ന് കയറി ഇതിന്റെ ക്വാളിറ്റി ആണ്. ഏകദേശം ഒരു 100-120 വെയിറ്റുള്ള ആൾക്ക് വരെ സുഖമായിട്ട് മേലെ ഇരുന്ന് പോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പൊക്കി കാണിച്ചു കൊടുത്തതിന്റെ ഗ്ലാസ് ഒന്ന് പൊക്കിയിട്ട് ഇവിടെ റബ്ബർ കുറച്ച്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇത് കണ്ടപ്പോൾ ആഗ്രഹം കൊണ്ട് പിടിച്ച് വീഡിയോ എടുപ്പിക്കട്ടെ. കാരണം മൂപ്പരെ ഇത് ഫുള്ളായിട്ട് എടുക്കാൻ എന്നോട് പറഞ്ഞതാണെങ്കിൽ പോലും എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ മേലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തോണ്ട്. ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആണ്, പവർ സ്റ്റാറിംഗ് ആണ്. ഒരു വിരല് മതി, ഇങ്ങനെ ഒറ്റ വിരലിട്ട് ഇങ്ങനെ തിരിക്കുക. വണ്ടി നിർത്തിയോട്ട് തിരിക്കാണ്ടോ, ഒറ്റ വിരലിട്ടാട്ട് പവർ സ്റ്റാറിംഗ് ആണ്. അത് മാത്രമല്ല 4 ബ്രേക്കും ഡിസ്ക് ആണ് അല്ലേ? 4 ടയറിനും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. പിന്നെ ആദ്യം എനിക്ക് ചോദിക്കാം ഒറ്റ കാര്യം, ഇതിന്റെ മൈലേജ് ഇപ്പോൾ ഒരു ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു 30-35 കിട്ടുന്നുണ്ട് പറയാൻ പറ്റും. അത് പുതിയതായിട്ട് പറഞ്ഞത് പിന്നെ ഇതാണ് വില്ലീസ് മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മറുകാട് അതാണ്. പിന്നെ ടാങ്ക് ഇവിടെ വരുന്നത് നമുക്ക് തുറന്നു കാണിച്ചൂടെ? ഇത് ഫസ്റ്റില് ബോണ്ട് പൊന്തിച്ചിട്ടൊക്കെയാണ് എണ്ണടിക്കല്. ഇപ്പൊ ബോണ്ട് പൊന്തിക്കണ്ട, ആദ്യത്തെ വണ്ടിയില് ഗ്ലാസ് ക്ലോസ് ആയാലും ഗ്ലാസ് ഇവിടെ ഇത് തുറന്നത്. ഇതാണ് പുതിയ എണ്ണ ടാങ്ക് കേട്ടോ. അടിപൊളിയായിരുന്നു സെറ്റപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഫുള്ളായിട്ട് പണി തീർന്നിട്ടില്ല, എന്നാലും ഒരു വിധം നിങ്ങൾക്ക് കാണിക്കാനുള്ളൊരു സെറ്റപ്പായി എനിക്ക് തോന്നിയോണ്ടാണ് വണ്ടി പുറത്തിറക്കിയത്. പിന്നെ ഇതിന്റെ ഗിയറിലെ ലിവർ വരുമ്പോൾ നമുക്ക്
ഒക്കെ നല്ല ഐറ്റംസ് ആക്കിയിട്ട് സാധനം വെച്ചിട്ടുണ്ട്. ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണല്ലേ? ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ പോയി കൊണ്ടുവന്ന ആള്. അതുമാതിരി ഇതുണ്ട് ഇതിന്റെ സ്റ്റയറിങ് അതിനായിട്ട് പോയതല്ല കേട്ടോ. നമ്മളിപ്പോ സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ എന്തെല്ലാം അവിടെ കിട്ടും, ഇവിടെ പോണം കിട്ടണമെങ്കിൽ അന്വേഷിക്കാൻ അങ്ങനെ പോയതാ. ഏതായാലും പോയ സമയത്ത് ഒരുപാട് സാധനം കൊണ്ടുവന്നു. മഹീന്ദ്ര മഹീന്ദ്ര അല്ലല്ലോ, അത് ചൈനന്റെ അവിടെ സംഭവം. സ്റ്റയറിംഗ് നോക്കുന്ന എന്താ അതിന്റെ ഒരു ബിൽഡ്, അതായത് ഇതിങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ ആ ഒരു മൂവ്മെന്റ് നോക്കണം. എല്ലാം ഒറ്റ കൈ കൊണ്ട് ഒറ്റ വിരലുകൊണ്ട് കറങ്ങുന്ന സാധനം അത്. ഓക്കെ, അതുപോലെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീവ് അതാ ഇവിടെ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഇതാ പറഞ്ഞത്. പിന്നെ കുറച്ച് പെയിന്റിങ്ങിന്റെ പണി ബാക്കിയുണ്ട്, അതൊക്കെ തീരും 2 ദിവസം കൊണ്ട്. അതുപോലെ പാട്ട് കേൾക്കാൻ ഇതാ സെറ്റ് ഉണ്ട്. ഇതിപ്പോ നല്ലൊരു ചേഞ്ച് ചെയ്യാനുള്ള സെറ്റ് അല്ലേ? ചേഞ്ച് ചെയ്യാനുള്ള സെറ്റ്. ഓക്കെ, ഈ ജീപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഡിക്കി സ്പേസ്. അതായത് ഈ വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് പോകാനുള്ള വണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ മലയിലൊക്കെ കുന്നൊക്കെ കയറി പോകുമ്പോൾ ചിക്കനോ അരിയോ എങ്ങനെ എത്ര ലിറ്ററിന്റെ ഒരു സ്പേസ് കയറത്? ഒരു 35 കിലോ അല്ലേ? 35 കിലോന്റെ ഗ്ലാസ് ഫ്രെയിമിന്റെ റബ്ബറാണ്. ഓക്കെ, 35 ലിറ്ററോളം ഇതിൽ സാധനം നമുക്ക് സ്റ്റോർ ചെയ്യാം. വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് ആണല്ലേ അത്? അതായത് ഇങ്ങനെ ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് റബ്ബറിൽ വന്നിട്ട് സാധനം അവിടെ സെറ്റ് ആവും. പിന്നെ ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് നോക്കുക നിങ്ങൾ, പക്ക ഒരു ജീപ്പിന്റെ, അഥവാ ജീപ്പിന്റെ പോലെ തന്നെ ഇത് കയറാനുള്ള. നമുക്ക് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, ഹെവി ആട്ടോ. ഹാൻഡ് മെയ്ഡ് അല്ലേ സാധനം ഫുള്ള് ഉണ്ടോ? ഓക്കെ, അങ്ങനെ ആ ജീപ്പിന്റെ അതേ ആ സിസ്റ്റം നോക്കിയാൽ ലോക്ക് സിസ്റ്റം വരെ ജീപ്പിന് കൊടുത്തത്. അതോടൊപ്പം തന്നെ വേറെ സാധനം കൂടി കാണിച്ചു തരാം. ഇതിന്റെ ഇത് കണ്ടോ, ബോണറ്റ് തുറക്കുന്ന ആ സാധനം, ഇത് കണ്ടില്ലേ? ഇതും ജീപ്പിന്റെ അതേ സാധനം, ആ സാധനം തന്നെ കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റിന് ചെറിയൊരു മാറ്റം, അത് പിന്നെ ഒരു വെറൈറ്റി ആക്കി അല്ലേ, നമ്മുടെ ഒരു കയ്യൊപ്പം എന്നുള്ള രീതിയിൽ ആക്കിയെടുത്താണ്. ആക്ഷന് എന്താ കൊടുത്തത്? ആക്ഷനായിട്ട് ലീഫ് സെറ്റ് ഇതാണ്ടോ, ലീഫ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ പക്കാ ജീപ്പിൻ്റെ ഒരു ടയർ, അതേ ലുക്ക്, കയറുന്ന സംഗതി. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് വർക്കിംഗ് മീറ്റർ ഉണ്ടല്ലേ, ആ വർക്ക് ചെയ്യിച്ചു മീറ്റർ. മീറ്ററിന് വർക്കിംഗ് നോക്ക് ഉണ്ടോ? അത് ആംബിയർ ആവട്ടെ, എണ്ണ ഉണ്ട്. എണ്ണുള്ളത് അറിയാൻ പറ്റും. സ്പീഡോമീറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ സീറ്റ് ഒരു രക്ഷയില്ലാത്ത സീറ്റാണ്. അതായത് മൂവ് ചെയ്യണ അഡ്ജസ്റ്റബിൾ സീറ്റാണ്. അതുകൊണ്ടോ ഈ ചെറിയൊരു വണ്ടിയിൽ എന്തൊക്കെയാണ് അദ്ദേഹം കൊള്ളിച്ചെന്ന് കണ്ടോ? അതായത് ശരിയാണെങ്കിൽ ബാഗൊക്കെ കിടക്കണമെങ്കിൽ കിടന്നോട്ടെ ഞാൻ ഓട്ടോ അല്ലേ? രാത്രി കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊരു 3-4 ഓക്കെ ഓക്കെ ഓക്കെ, ഒരു 4ഓളം സെറ്റപ്പ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ബാക്കത്തെ സീറ്റ് ആണെങ്കിൽ അത് അടിപൊളി. ഇവിടെ ചെറിയ സ്പേസ് കൊടുത്തിട്ടില്ല, മൊബൈലും ഇതൊക്കെ ഹോൾഡർ വെക്കാനല്ല. ഓക്കെ, പിന്നീട് നമുക്ക് ഇതിന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണേണ്ട സംഗതി ഇതാണ്, ഡിസ്ക് ബ്രേക്ക് ആണ് സാധനം. ഇതാകണ്ടോ, 4 വീലും ഡിസ്ക്കാണ്. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഓരോ സാധനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുള്ള് നല്ല ക്വാളിറ്റിയിലുള്ള ഇരുമ്പ് മാത്രമാണ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട്. സൈലൻസറൊക്കെ വളർച്ച സൈഡ് കൂടെ കൊണ്ടുപോകാം. സൈലൻസറൊക്കെ ഒരു സംഭവമാണ്. ഏകദേശം ഈ വണ്ടി 500 കിലോൻ്റെ മേലെ വെയിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ആളും കൂടി ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റും താങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ താങ്ങണമെങ്കിൽ അവൻ്റെ എഞ്ചിൻ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ ആ ആൾ തന്നെ നമുക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരും. സക്കീർ ഭായ് അത് കാണിച്ചു കൊടുക്കി. കാരണം വെച്ചാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഗതി കേട്ടോ. നമ്മൾ വിചാരിച്ചു വലിയ എന്തോ എഞ്ചിനാണെന്നല്ല, അല്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 180 പൾസറിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് നോക്കി നിങ്ങൾ. ഇതിൻ്റെ കൂടുതൽ കാര്യം നമ്മൾ പറയുന്നില്ല, ഇത് ആളെ സീക്രട്ടാണ്. ഇത് ഇത്ര ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ബാറ്ററി ബുള്ളറ്റിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ബൈക്ക് ഓയിൽ. പിന്നെ ഇവിടെ ചെറിയ സീക്രട്ട് പരിപാടി നമുക്ക് ഒപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറയണില്ല. എന്തായാലും ആൾക്കാർ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതെല്ലാം അടിച്ചാളി നിങ്ങൾ കാണിച്ചെന്ന്. ഇത്രയും ഒരു സംഭവത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു ഹെവി എഞ്ചിന് ആവശ്യമാണ്. അപ്പോൾ അതില്ല. കാരണം വെച്ചാൽ ഒരു ജീപ്പിൽ എത്ര ആൾ പോകുന്നു അത്രയും ആൾക്കാർ ഇതിലും പോകും. പിന്നെ ലീഫ് സെറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ആൾ ഫുള്ള് കട്ട് ചെയ്ത് സാധാ ലീഫ് കൊണ്ട് നിന്നിട്ട് കട്ട് ചെയ്ത് ഇതിനായിട്ട് പാകപ്പെടുത്തി എടുത്താണ്. പിന്നെ അതിൻ്റെ അടിഭാഗം കണ്ടോ, നിങ്ങളൊരു ജീപ്പ് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു ജീപ്പിൻ്റെ അതേ മാതൃക തന്നെ അടിയിലുള്ള കേട്ടോ. സക്കീർ ഭായ്, ഈ വണ്ടി ശരിക്കും എങ്ങനെ നിങ്ങൾ മേക്ക് ചെയ്യുന്നത്? ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെയാണ് ഏത് ഈ കമ്പനി കൂട്ടി പിടിച്ചിട്ടാണ്? ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷെല്ല ഹെവി ടോയ്സ് ആണ്. ടോയ് വണ്ടിയാണ് പക്ഷേ ഹെവി ടോയ്സ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സേഫ്റ്റിയോട് കൂടെ ഷെല്ല ഹെവി ടോയ്സ്. ഓക്കെ ഗൈസ്, അതായത് സെല്ല ഹെവി ടോയ്സ് എന്ന് പറഞ്ഞ കമ്പനി മുഖേന, അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനിയാണ്. ഒരു വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് സ്വന്തമായിട്ട് കമ്പനി നിർമ്മിച്ചു ആദ്യം, പിന്നെ 2-3 വണ്ടി നിർമ്മിച്ചു. അപ്പോൾ ആ കമ്പനി നിർമ്മിക്കുന്ന വണ്ടിയാണിത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എനിക്കൊരു വണ്ടി വേണം, നമുക്കൊരു വണ്ടി വേണമെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ?
ഹൈറ്റ് അങ്ങനെ ഫിക്സ് പറയാൻ പറ്റാത്തത് ഈ കസ്റ്റമറിന് പല ഒരു കാഴ്ചപ്പാടാണല്ലോ. അത്ര വലിപ്പം വേണ്ടാത്ത ഹൈറ്റ്, നീളം പല രീതിയിൽ അങ്ങനെ റേറ്റ് അങ്ങോട്ട് മാറും. പിന്നെ സ്റ്റീല് വേണ്ട, GI ഇത് മതി എന്ന് പറയൊക്കെ മാറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ കേട്ടോ. പേരെന്താ? ആഷിൻ ഹംദാൻ. ഓക്കെ ഹംദാൻ, ഈ വണ്ടി ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയതാ അപ്പച്ചി? എന്തിനുണ്ടാക്കിയതാ? ഇപ്പച്ചിൻ്റെ കാക്കാക്ക് സമ്മാനമായി കൊടുത്തത്. ഇനി ഈ വണ്ടി ഞങ്ങള് കൊറേയൊക്കെ ഓട്ടി നടന്ന് പിന്നെ ഒരാള് വാങ്ങിക്കൊണ്ടുപോയി. ആകെ സങ്കടമായി. പിന്നെ ഇത് തിരിച്ചു വന്ന് തിരിച്ചു വന്നേ. അപ്പോൾ തിരിച്ചു വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത് തിരിച്ചു ഇനി കൊടുക്കുമോ? ഇനി ഇത് കൊടുക്കൂല അല്ലേ? എന്നാൽ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാ? അതിനോട് ഇഷ്ടം കൊണ്ടാ? നല്ല ഇഷ്ടമായി. ഇത് കാക്കാക്ക് ഉള്ള വണ്ടിയല്ലേ ഫസ്റ്റ് ഉണ്ടാക്കി? ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റും കാലൊക്കെ മാറ്റിയില്ലേ? ആദ്യം നീല കളറല്ലേനോ? ഇപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു മിലിറ്ററി ഗ്രീനാക്കി മാറ്റിയിട്ടുണ്ട്. ഈ വണ്ടി ഓട്ടോ? ഓട്ടോ? അപ്പോൾ ഹംദാനെ, ഇപ്പോൾ ഓൾറെഡി ഈ വണ്ടി ഓട്ടാനൊക്കെ പഠിച്ചില്ലേ? ഇനി ഈ വണ്ടി എവിടെ കൊണ്ടുവരാൻ താല്പര്യം? റോട്ടിൽ ഇറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പം ഇവിടെ ഒരു മല ഉണ്ട്, അത് കയറ്റാനാണ് ആഗ്രഹം. ഓഫ് റോഡ് കയറ്റോ? കേറ്റാ ആഗ്രഹം ഉണ്ടല്ലേ? കൂടെ ഉണ്ടേ കയറ്റും. ഓക്കെ. അപ്പോൾ നമ്മളെ കൂടെ നാസർക്കും കൂടിയിട്ടുണ്ട്. നാസർക്ക കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓട്ടി കാണിച്ചിരുന്നു. അപ്പോൾ ഈ വണ്ടി ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നാസർക്ക, നമ്മൾ സക്കീർ ഭായിൻ്റെ ആ എഫേർട്ട്, ഈ വണ്ടി ഉണ്ടാക്കാനുള്ള എഫേർട്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലൊന്ന് പറയാൻ പറ്റുമോ? ഇത്ര രീതി മൂപ്പര് നല്ല കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേങ്കിൽ ഇത് മറ്റുള്ള നിയമ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്കൊരു സപ്പോർട്ടുകൾ കിട്ടുന്നില്ല. സപ്പോർട്ട് കിട്ടിയാൽ ഇതിലും നല്ല 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 മോഡലുകൾ, വണ്ടികൾ ഇറക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ അതിനുള്ള സപ്പോർട്ടുകളാണ് ഇപ്പോൾ വേണ്ടല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ആളൊരു കൂട്ടുകെട്ട് എങ്ങനെയാണ്? ഞങ്ങൾ വർഷങ്ങളായുള്ള കൂട്ടുകെട്ടുകളാണ്. ഈ ഫീൽഡിലും അല്ലാതെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നല്ല ബന്ധങ്ങളാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. ആണല്ലേ? അപ്പോൾ ഈ വണ്ടിക്കും വേണ്ടി ആളെടുത്ത് എഫേർട്ട് പറയാൻ പറ്റും? ഇത് കുറേ ഇങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് ഒറ്റയടിക്ക് തീർത്തല്ല, കുറച്ച് സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ച് ചെയ്ത് നല്ല എൻ്റെ ആദ്യം ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ ക്വാളിറ്റിയൊക്കെ കൂട്ടി എൻ്റെ പോരായികയൊക്കെ നികത്തി നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെതായ മെച്ചങ്ങളും മാറ്റങ്ങളും ഒക്കെ വണ്ടിയിൽ. ഈ വണ്ടി തന്നെ ഒരുപാട് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. സാധാരണ ആദ്യം സംഗതി മോഡലൊക്കെ ഒന്നാണെങ്കിലും പക്ഷെ വണ്ടിൻ്റെ ഉള്ളിലെ മെക്കാനിസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് തന്നെ. അപ്പോൾ എന്തായാലും വണ്ടി പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും, പിന്നെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, വാങ്ങണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനത്തെവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. പിന്നെ ആളെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കാം. അത് മാത്രമല്ല, ആള് വണ്ടി ഈ ജീപ്പ് മേക്ക് ചെയ്യുന്ന വീഡിയോ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ആൾ അപ്ലോഡ് ചെയ്യും, ഇതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു ചാനൽ വർക്ക് കേട്ടോ. ആ ചാനൽ വരുന്നത് സക്കീർ ചോലയിൽ. ശരിക്കും നമ്മൾ ഈ ഇത് എവിടെ വരുന്നത്? ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ തച്ചാമ്പറം സ്ഥലത്താണ്. പിന്നെ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്തിനാ അറിയോ, ഈ വണ്ടി ഉണ്ടാക്കാൻ കുറെ കമ്പള ആൾക്കാർ ഐഡിയ എവിടുന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇട്ടാത്തവർക്ക് അവർക്കൊരു ക്ലാസ്സും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എന്തായാലും താല്പര്യമുള്ള എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുക, നമ്പറിന് താഴെ കൊടുക്കാം. ചാനൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്.